നമസ്കാരം. ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാ മലയാളികളും, പ്രത്യേകിച്ചും സ്ത്രീ പുരുഷ ഭേദമന്യേ, നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, അതും ഒട്ടും സമയം കളയാതെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാന അറിയിപ്പിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകളിൽ നിന്നും ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോൺ നമ്പറിലേക്ക് SMS അലേർട്ടുകളായിട്ടും ഒപ്പം ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ വിലാസങ്ങളിലേക്കും ഒക്കെ തന്നെ നിരന്തരമായിട്ട് ചില സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇത് മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്കായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ അല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുടെ വാർഷിക പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഈ മെസ്സേജ് കണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല എന്നും, എന്നാൽ എന്തിനാണ് ഈ പണം നിങ്ങളിൽ നിന്നും ഈടാക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അക്കൗണ്ടിൽ ആവശ്യത്തിന് ബാലൻസ് സൂക്ഷിക്കേണ്ടതും ഓരോരുത്തരുടെയും ഒക്കെ തന്നെ ഉത്തരവാദിത്വമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളും തുക ഈടാക്കുന്ന തീയതിയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രമുഖ ആരോഗ്യ ഇൻഷുറൻസ് സുരക്ഷാ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന PMJJBY എന്ന ഇൻഷുറൻസിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെയൊക്കെ തന്നെ അക്കൗണ്ടിൽ നിന്നുമാണ് ഇപ്പോൾ ഈ പണം ഈടാക്കാനായിട്ട് പോകുന്നത്. GST ഉൾപ്പെടെ ആകെ 436 രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ ഒരു ഇൻഷുറൻസ് പ്രീമിയം തുകയായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്യപ്പെടാനായിട്ട് പോകുന്നത്. ഇവരായിരിക്കുന്ന മെയ് മാസം 26-ാം തീയതിക്കും മെയ് 31-ാം തീയതിക്കും ഇടയിലുള്ള ദിവസങ്ങളിലായിരിക്കും നമ്മുടെയൊക്കെ അക്കൗണ്ടിൽ നിന്നും ബാങ്കുകൾ ഈ ഒരു തുക പിൻവലിക്കുക. അതുകൊണ്ട് തന്നെ ഈ സ്കീമിൽ ചേർന്നവർ എല്ലാവരും തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് 436 രൂപയോ അതിന് മുകളിലോ ഉള്ള ബാലൻസ് തുക അത് മെയ് 25-ന് മുൻപായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിൽ പണമില്ലാത്തത് കാരണം ഈ പ്രീമിയം തുക അത് കൃത്യസമയത്ത് അടയ്ക്കാനായിട്ട് സാധിക്കാതെ വന്നാൽ നിലവിലുള്ള നിങ്ങളുടെ വലിയൊരു ഇൻഷുറൻസ് പരിരക്ഷ അത് റദ്ദായി പോകാനായിട്ട് കാരണമാകുമെന്ന പ്രധാന കാര്യം കൂടി നിങ്ങൾ മറക്കരുത്. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ മേഖലകളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഈ പദ്ധതിയുടെ പ്രാധാന്യം അത് കൃത്യമായി മനസ്സിലാക്കി ഇതിൽ നേരത്തെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരുപക്ഷെ അംഗങ്ങളായിട്ടുണ്ടാകാം. എന്നാൽ ഇതുകൂടാതെ നമ്മളിൽ ഭൂരിഭാഗം പേരും അറിയാതെ തന്നെ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിലൊക്കെ ഇതിനോടൊപ്പം തന്നെ ഭാഗമായിട്ടുണ്ടാകാനുള്ള വലിയൊരു സാധ്യത കൂടിയുണ്ട്. അതായത് നമ്മൾ മുൻപ് ഏതെങ്കിലും ഒരു ബാങ്കിൽ പുതുതായിട്ട് ഒരു സേവിങ്സ് അക്കൗണ്ട് ആരംഭിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നും വ്യക്തിഗത ലോണുകളോ അല്ലെങ്കിൽ കാർഷിക വായ്പകളോ സ്വർണ്ണപ്പണയ വായ്പകളോ ഒക്കെ തന്നെ കൈപ്പറ്റുന്ന സമയത്തോ ബാങ്കിലെ ഉദ്യോഗസ്ഥർ തന്നെ നമ്മുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് നമ്മളെ ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ഒരുപക്ഷെ ചേർത്തിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കനറ ബാങ്ക്, അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ICICI തുടങ്ങി നിങ്ങൾ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പോലും ഈ ഒരു സ്കീമിൽ നിങ്ങൾ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് ഈ 436 രൂപയുടെ മെസ്സേജ് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാകും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 2015 മെയ് മാസം 9-ാം തീയതി രാജ്യവ്യാപകമായിട്ട് ആരംഭിച്ച ഈ ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന എന്ന് പറയുന്നത്. ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്നൊരു മരണം സംഭവിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അദ്ദേഹം അക്കൗണ്ടിൽ വെച്ചിട്ടുള്ള നോമിനിക്ക് 2 ലക്ഷം രൂപയുടെ ധനസഹായം ലൈഫ് ഇൻഷുറൻസ് കവറേജ് ആയിട്ട് കേന്ദ്ര സർക്കാർ നേരിട്ട് കൈമാറും എന്നതാണ്. അപകട മരണം മാത്രമല്ല, സ്വാഭാവികമായിട്ടുള്ള മരണം അല്ലെങ്കിൽ രോഗങ്ങൾ മൂലമുള്ള മരണം തുടങ്ങി ഏത് വിധേനയുള്ള മരണം സംഭവിച്ചാലും ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഈ 2 ലക്ഷം രൂപ നോമിനിയുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് വഴി കൈമാറുന്നതാണ്. ഒരു വർഷത്തെ മുഴുവൻ സുരക്ഷയ്ക്കായിട്ട് വെറും 436 രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ എന്നത് തന്നെയാണ് ഈ പദ്ധതിയെ ഇത്രയധികം ജനപ്രിയമാക്കി മാറ്റുന്നത്. ഈ സുരക്ഷാ പദ്ധതിയിൽ ചേരുന്നതിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ തുറന്നുകൊണ്ട് പോകുന്നതിനും കൃത്യമായിട്ടുള്ള ചില പ്രായപരിധികൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. 18 വയസ്സ് പൂർത്തിയായവർ മുതൽ പരമാവധി 50 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും പുതുതായിട്ട് ഈ ഇൻഷുറൻസ് സ്കീമിൽ ചേരാനായിട്ട് യോഗ്യതയുണ്ട്. എന്നാൽ 50 വയസ്സ് തികയുന്നതിന് മുൻപായിട്ട് തന്നെ ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിക്ക് എല്ലാ വർഷവും കൃത്യമായിട്ട് പ്രീമിയം തുക പുതുക്കി അടച്ചുകൊണ്ട് പരമാവധി 55 വയസ്സ് വരെ ഈ ഒരു ഇൻഷുറൻസ് കവറേജ് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിലവിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് പുതുതായിട്ട് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇനിയും ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുള്ള ഹോം ബ്രാഞ്ചിൽ നേരിട്ടെത്തിക്കൊണ്ട് അവിടെ ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതിയാകും. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ വിവരങ്ങളും ഒപ്പം നിങ്ങളുടെ മരണശേഷം ഈ പണം ലഭിക്കേണ്ട നോമിനിയുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമൊക്കെ തന്നെ നൽകിക്കൊണ്ട് വളരെ ലളിതമായിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെ ആർക്കും തന്നെ ഇതിലേക്ക് പങ്കാളികളാകാൻ സാധിക്കും. നിലവിൽ രാജ്യമെമ്പാടുമായിട്ട് ഏകദേശം 30 കോടിയോളം ജനങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ഇപ്പോൾ ചേർന്ന് തങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി ഇപ്പോൾ സുരക്ഷിതമാക്കിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒരു സ്കീമിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്.
ഇവിടെ എല്ലാവരും പ്രത്യേകം ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, അത് ഇതുവരെയായിട്ടും ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാത്ത അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാത്ത ആളുകളുടെയൊക്കെ തന്നെ അക്കൗണ്ടിൽ നിന്നും യാതൊരു കാരണവശാലും ഈ 436 രൂപ ബാങ്കുകൾ ഈടാക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ആശങ്കപ്പെടേണ്ടതില്ല. വർഷത്തിൽ ഏത് മാസത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പദ്ധതിയിൽ പുതുതായിട്ട് ചേരാനായിട്ട് സാധിക്കുമെങ്കിലും ആ ചേരുന്ന മാസത്തെ അടിസ്ഥാനമാക്കി ആദ്യത്തെ തവണ പ്രീമിയം തുകയിൽ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും എല്ലാ വർഷവും മെയ് മാസത്തിൽ ഇത് പുതുക്കുമ്പോൾ കൃത്യമായി 436 രൂപ തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കുറയുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ എല്ലാ പ്രേക്ഷകരിലേക്ക് നിങ്ങൾ മറക്കാതെ ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എല്ലാവരും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.